നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഇൻഡേഴ്സ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇൻഡേഴ്സ് 16 ആണ്. ദാറ്റ് ഈസ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. PPE മീൻസ് നമ്മളുടെ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്ന, സിംപ്ലി പറഞ്ഞാൽ ഫിക്സ്ഡ് അസറ്റ്സ്. പ്രോപ്പർട്ടി മീൻസ് നമ്മൾ ഒരു ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് നമ്മൾ ഓൺ ചെയ്യുന്ന വേരിയസ് പ്രോപ്പർട്ടീസ് ഉണ്ടാകും. പ്രോപ്പർട്ടി മീൻസ് ദീസ് ആർ നോട്ട് മീൻ ഫോർ സെയിൽ, ദീസ് ആർ used for more than 1 year, or the economic benefit will be given more than 1 year. ഇപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു സർട്ടൻ പീരീഡ് വരെ ഓർഗനൈസേഷനിൽ കീപ്പ് ചെയ്യുന്നുള്ളൂ. ഇൻവെൻട്രി ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്നു. ആൻഡ് അതിൽ നിന്നുള്ള റെസീപ്റ്റ് അല്ലെങ്കിൽ ഇൻകം നമ്മൾ ഓർഗനൈസേഷൻ്റെ വേരിയസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. എന്നാൽ ഒരു പ്രോപ്പർട്ടി, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള മെഷീനറീസ്, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനറീസ്, ഇത് നമ്മളുടെ ഒരു ഓൺ പ്രോപ്പർട്ടിയാണ്. നമ്മളുടെ ലാൻഡ്, നമ്മളുടെ ഓർഗനൈസേഷൻ സിറ്റുവേറ്റ് ചെയ്യുന്ന ആ ഒരു ലാൻഡ് ഓർ ആ ഒരു ബിൽഡിങ്, ഇതൊക്കെ എന്താണ്, ഓർഗനൈസേഷൻ്റെ അസറ്റാണ്, ഫിക്സ്ഡ് അസറ്റാണ്. ഇത് നമ്മൾ സെയിൽ പർപ്പസിന് വേണ്ടിയിട്ടല്ല നമ്മൾ കീപ്പ് ചെയ്യുന്നത്, നമ്മുടെ ഓർഗനൈസേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു PPE എന്നുള്ള സ്റ്റാൻഡേർഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് വാല്യുവേഷൻ നടത്തുന്നത്, ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇൻഡേഴ്സ് 16 നോക്കാനുള്ളത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആവുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇതിൽ നോക്കേണ്ടത് വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റാൻഡേർഡ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഇൻഡേഴ്സ് 16 എന്താണ്, PPE റിലേറ്റഡ് ടു PPE ആണ്. ഇപ്പോൾ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഏതൊരു പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിലും, നമ്മളുടെ ലാൻഡ് ആണെങ്കിലും ഓർ നമ്മളുടെ ബിൽഡിംഗ് അല്ലെങ്കിൽ മെഷീനറി എന്താണെങ്കിലും ഫിക്സ്ഡ് അസറ്റ്സ് ഒക്കെ തന്നെയും നമുക്ക് വാല്യൂ ചെയ്യേണ്ടതുണ്ട്. ഇയർ ബേസിസിൽ അതിൻ്റെ വാല്യുവേഷനിൽ ചേഞ്ചസ് വരാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡിപ്രിസിയേഷൻ, ഫിക്സ്ഡ് അസറ്റിന് വരുന്ന ഡിപ്രിസിയേഷൻ വന്നു കഴിഞ്ഞാൽ അസറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ഇയർ ബൈ ഇയർ കുറഞ്ഞുകൊണ്ടിരിക്കും, റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇതുകൂടാതെ മാർക്കറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാം, ഇതും നമ്മളുടെ അസറ്റിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ അസറ്റിൻ്റെ ഒക്കെ തന്നെയും വാല്യൂ നമ്മൾ മെഷർ ചെയ്യണം. അപ്പോൾ PPE വാല്യുവേഷനാണ് ഈ ഒരു ഇൻഡേഴ്സ് 16 ഫോളോ ചെയ്യുന്ന മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. To prescribe the accounting treatment for PPE or property, plant and equipment. Okay, and അതിൻ്റെ IFRSൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഓരോ സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്തും അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫാക്ടർ എങ്ങനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു, അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് വരുന്നത്, അത് നമ്മൾ എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ, ഈ 4 ഫാക്ടറാണ് നമ്മൾ ഓരോ സ്റ്റാൻഡേർഡിലും പറയുന്നുണ്ടാവുക. അപ്പോൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന റെക്കഗ്നിഷൻ ആൻഡ് അതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യുവേഷൻ, ദെൻ അത് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇൻഡേഴ്സിൽ വരുന്നത്. ദെൻ ഇതിൻ്റെ സ്കോപ്പ്, എവിടെയൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്യുന്നു, എവിടേക്കാണ്, നമ്മളുടെ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്ന ഏതൊരു പ്ലാന്റ് പ്രോപ്പർട്ടി എക്യുപ്മെൻറ്റിൻ്റെ കേസിലും, ഇപ്പോൾ ഫിക്സ്ഡ് അസറ്റ് ഏത് കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിലൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യാം. എന്നാൽ certain asset like biological asset, then mirror, then property plant and equipment classified as held for sale. ചില PPE നമ്മൾ സെയിൽ പർപ്പസിന് വേണ്ടിയിട്ട് വെക്കാറുണ്ട്. ലൈക്ക് നമ്മളുടെ ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക, നമ്മൾ ബിൽഡിംഗ് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഓർ കൺസ്ട്രക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സെയിൽ ചെയ്യാറുണ്ട്. ചില ബിസിനസ് എന്തായിരിക്കും, ബിൽഡിങ് സെയിൽ പർപ്പസിന് വേണ്ടിയിട്ട് ബിൽഡിങ് ബിൽഡ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ കമ്പനീസ് ഉണ്ടാകും.
ആ കേസിൽ അവരുടെ പി പി എന്ന് പറയുന്നത്, അവരുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെയിൽ പർപ്പസിന് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു പി പി ഇ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ദെൻ ഇൻ കേസ് ഓഫ് മിനറൽസ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഓയിൽ, ഗ്യാസ് ഒക്കെ വരുന്ന കേസാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ പർപ്പസിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ ഓർഗനൈസേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടല്ല, അതും ഇറ്റ് ഈസ് മെയിൻ ഫോർ സെയിൽ. അപ്പോൾ അവിടെ നമുക്ക് പി പി ഇ സ്റ്റാൻഡേർഡ്സ് ആപ്ലിക്കബിൾ അല്ല. ആൻഡ് ഇൻ കേസ് ഓഫ് ബയോളജിക്കൽ അസെറ്റ്, അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്, അതെപ്പോഴും നമ്മളുടെ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം എന്നില്ല, നമ്മൾ സെയിൽ പർപ്പസിന് കൂടെ വേണ്ടിയിട്ടാണ്. ബയോളജിക്കൽ മീൻസ് ലിവിങ് സ്റ്റോക്സ് ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും, അഗ്രികൾച്ചർ പ്രോഡക്റ്റ്സ് ഒക്കെ. അപ്പോൾ ഈ കേസ് ഒഴികെ ബാക്കി എല്ലാ പി പി ഇൻ്റെ കേസിലും പ്രോപ്പർട്ടീസിൻ്റെ കേസിലും നമുക്ക് പി പി ഇ സ്റ്റാൻഡേർഡ്സ് ഇന്ത്യ 16 ആപ്ലിക്കബിൾ ആണ്. ദെൻ ഇതിൽ നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡിൽ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എന്ത് വേണം, വേരിയസ് ടേംസ് ഏതൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഓവർവ്യൂ വേണം. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. So PPE, what you mean by property, plant and equipment? These are the tangible assets that help for use in the production, supply of goods and services and expected to be used in during the business during more than one year period. ഓക്കെ, അപ്പോൾ എന്താണ്, മോർ ദാൻ 1 ഇയർ നമ്മൾ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മോർ ദാൻ 1 ഇയർ നമുക്ക് ആ ഒരു അസറ്റിൽ നിന്ന് എക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് പി പി ഇ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ആൻഡ് ദീസ് ആർ ടാഞ്ചിബിൾ ടു, എന്തായിരിക്കണം, ടാഞ്ചിബിൾ അസറ്റ് ആയിരിക്കണം. അതേസമയം നമുക്ക് അതിൽ നിന്നുള്ള എക്കണോമിക് ബെനിഫിറ്റ് ഓർ യൂസേജ് എന്ന് പറയുന്നത് മോർ ദാൻ 1 ഇയർ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് നമുക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഓക്കെ, പ്രൊഡക്ഷന് നമ്മളെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, മെഷീനറി ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെഷീൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളുടെ പി പി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. ദെൻ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, cost is the amount of cash and cash equivalents paid or the fair value of the consideration given to acquire an asset at the time of its acquisition and construction. ഇപ്പോൾ നമ്മളൊരു അസറ്റ് നമ്മളുടെ ഓർഗനൈസേഷനിൽ പ്രൊഡക്ഷന് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു അസറ്റ് എന്ത് ചെയ്യാണ്, പർച്ചേസ് ചെയ്യാണ് ഓർ അക്വയർ ചെയ്യാണ്, ഓർ കൺസ്ട്രക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ കൺസ്ട്രക്റ്റ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ആ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കോസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ എത്ര പേയ്മെൻറ്റ് നടത്തി, ക്യാഷ് ആയിട്ടോ ഓർ ക്യാഷ് ഇക്വാലൻസ് ആയിട്ട്, ക്യാഷ് ഇക്വാലൻസ് മീൻസ് ബിൽസ് റിസീവബിൾ ആയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എത്ര എമൗണ്ട് ആണ് അതിന് വേണ്ടി പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്, അതിന് നമ്മൾ കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണ്, ആ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്നതിന് നമുക്ക് ചിലവായിട്ടുള്ള എമൗണ്ട്. ദെൻ ക്യാരിയിങ് എമൗണ്ട്. ക്യാരിയിങ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അസറ്റിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രൈസ് അല്ലെങ്കിൽ റിയൽ വാല്യൂവിൽ നിന്ന് സെർട്ടൺ എമൗണ്ട് അതിന് ഡിപ്രിസിയേഷനായിട്ടോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ആ ഒരു ലൈഫിൽ സെർട്ടൺ ലോസസ് ഉണ്ടായിട്ടുണ്ടാകാം. ആ ഒരു എമൗണ്ടിൻ്റെ ക്യാരിയിങ് വാല്യൂവിൽ എത്രത്തോളം ഡിക്രീസ് വന്നിട്ടുണ്ടോ, ആ ഒരു ഡിക്രീസ്ഡ് എമൗണ്ട് കുറഞ്ഞിട്ട് ബാക്കിയുള്ള ആ ഒരു പോർഷനെയാണ് ക്യാരിയിങ് വാല്യൂ എന്ന് പറയുന്നത്. ക്യാരിയിങ് വാല്യൂ അല്ലെങ്കിൽ ക്യാരിയിങ് എമൗണ്ട്, അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് അതിനെന്തെങ്കിലും ഡിപ്രിസിയേഷൻ ഓർ മറ്റ് ഇമ്പയർമെൻറ്റ് ലോസസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് കുറഞ്ഞ് ബാക്കി വരുന്ന ഒരു പോർഷനെയാണ് നമ്മൾ ക്യാരിയിങ് എമൗണ്ട് ഓർ ക്യാരിയിങ് വാല്യൂ എന്ന് പറയുന്നത്. അസറ്റ് നമ്മൾ സാധാരണ വാല്യൂ ചെയ്യുന്നത് ഈ ഒരു ക്യാരിയിങ് വാല്യൂവിലായിരിക്കും ഓർ ക്യാരിയിങ് എമൗണ്ടിലായിരിക്കും. ദെൻ ഫെയർ വാല്യൂ. ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, കറൻ്റ്ലി നമ്മളത്
സെയിൽ നടത്തുന്നതോ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടത്തുന്നത് ഏത് വാല്യൂവിലാണോ അതിനെയാണ് അസറ്റിൻ്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. ഫെയർ വാല്യൂ ഈസ് ദ പ്രൈസ് ദാറ്റ് വുഡ് ബി റിസീവ്ഡ് ടു സെൽ ആൻ അസറ്റ് ഓർ പെയ്ഡ് ടു ട്രാൻസ്ഫർ എ ലയബിലിറ്റി ഇൻ ആൻ ഓർഡർലി ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ മാർക്കറ്റ് പാർട്ടിസിപ്പൻറ്റ് അറ്റ് ദ മെഷർമെൻറ്റ് ഡേറ്റ്. മെഷർമെൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്നാണോ അത് മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ സെയിൽസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു അസറ്റ് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിൽസ് നടക്കുന്ന ദിവസമാണ് നമ്മൾ ആ ഒരു അസറ്റിനെ മെഷർ ചെയ്യുന്നത്, എന്നാണ് നമ്മൾ അതിനെ വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ വാല്യൂ നടക്കുന്ന ദിവസം, വാല്യുവേഷൻ നടക്കുന്ന ദിവസം നമ്മളത് അസറ്റിൻ്റെ കേസ് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്യാൻ എത്ര എമൗണ്ട് വന്നു, ഓർ ലയബിലിറ്റി ആണെങ്കിൽ ആ ലയബിലിറ്റി പേയ്മെൻറ്റ് നടത്താൻ, ലയബിലിറ്റി നമുക്ക് പേ ഓഫ് ചെയ്യാൻ എത്രത്തോളം എമൗണ്ട് വന്നു. അപ്പോൾ എന്താണ്, ആ ഒരു മാർക്കറ്റ് ഡേയിൽ, നമ്മളത് മാർക്കറ്റ് ചെയ്യുന്ന ആ ഒരു ഡേയിൽ അല്ലെങ്കിൽ മെഷർമെൻറ്റ് നടത്തുന്ന ഡേയിൽ അതിൻ്റെ പ്രൈസ് എത്രയാണോ അതിനെ നമ്മൾ ഫെയർ വാല്യൂ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ടേംസ് ആണ് നമുക്കതിൽ ഇൻക്ലൂഡ് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ ഡെഫിനേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഹൗ വി റെക്കഗ്നൈസ്, അല്ലെങ്കിൽ നമ്മളൊരു ഒരു അസറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു PPE ആണെന്നുള്ളത് എങ്ങനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. റെക്കഗ്നീഷൻ ഓഫ് അസറ്റ്. ഓക്കെ, അപ്പോൾ അസറ്റ് എങ്ങനെയാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, അസറ്റിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട് ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നുള്ളത്. സെയിം ക്രൈറ്റീരിയ തന്നെയാണ് നമുക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ്, ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് അസോസിയേറ്റഡ് വിത്ത് ദ അസറ്റ് വിൽ ഫ്ലോ ടു ദ എൻറ്റിറ്റി. എന്താണ് അസറ്റ് ആവുന്ന കേസിൽ നമ്മൾ എന്തായിരുന്നു അപ്പോൾ പഠിച്ചത്? അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള എക്കണോമിക് ബെനിഫിറ്റ്, ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്, അത് ഓർഗനൈസേഷനിലേക്ക് ഇൻഫ്ലോ വരാനാണ് ചാൻസ് ഉള്ളത്. എങ്ങനെയാണ്? നമ്മൾ അസറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫ്യൂച്ചറിൽ നമ്മളത് സെയിൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്താ? ഓർഗനൈസേഷന് ഒരു ഇൻഫ്ലോ ആണ്, ഓർഗനൈസേഷന് കിട്ടുന്ന ഒരു റെസിപ്റ്റാണ്. അപ്പോൾ അതെന്താ? ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് വിൽ ഫ്ലോ ടു ദ എൻറ്റിറ്റി. എന്നാൽ ലയബിലിറ്റി ആവുന്ന കേസിൽ അതിൻ്റെ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷന് പോവുകയാണ് ചെയ്യുന്നത്, നമ്മൾ പേ ഓഫ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അസറ്റ് ആവുന്ന കേസിൽ അതിൽ എക്കണോമിക് ബെനിഫിറ്റ് വിൽ ഫ്ലോ ടു ദ എൻറ്റിറ്റി. ദെൻ സെക്കൻഡ് കണ്ടീഷൻ, ദ കോസ്റ്റ് ക്യാൻ ബി മെഷേർഡ് റിലയബിൾ. നമുക്കതിൻ്റെ കോസ്റ്റ് അക്യുറേറ്റ്ലി മെഷർ ചെയ്യാൻ കഴിയണം. അസറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അക്വയർ ചെയ്തിരിക്കുന്ന ഒരു അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണ്, നമ്മൾ എത്ര രൂപക്കാണത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് റിലയബിളി മെഷർ ചെയ്യാൻ കഴിയണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഒരു അസറ്റ് PPE ആണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യാം. ദെൻ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെഷർമെൻ്റ് ആണ്. നമ്മളതിനെ വാല്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ വാല്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെർട്ടൻ ഐറ്റം ഓഫ് കോസ്റ്റ് നമ്മളുടെ വാല്യുവേഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് സെർട്ടൻ ഐറ്റം നമ്മൾ അതിൽ കൺസിഡർ ചെയ്യേണ്ടാത്തതുണ്ട്, അതായത് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതുമായിട്ടുള്ള എമൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെ എമൗണ്ട് നമ്മളുടെ കോസ്റ്റ് ഓഫ് അസറ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം ആൻഡ് ഏതൊക്കെ ചെയ്യേണ്ട എന്നുള്ളതാണ് വാല്യുവേഷൻ അല്ലെങ്കിൽ മെഷർമെൻറ്റിൽ നോക്കാനുള്ളത്. ഇപ്പോൾ ഇനീഷ്യൽ റെക്കഗ്നിഷൻ കഴിഞ്ഞു, അതിനുശേഷം ഇനീഷ്യൽ മെഷർമെൻ്റ് ആണ്. ഇനീഷ്യൽ റെക്കഗ്നിഷൻ മീൻസ് നമ്മൾ ഫസ്റ്റ് ടൈം ഒരു അസറ്റ് ആണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്തു, അതിനുശേഷം അതിൻ്റെ ഇനീഷ്യൽ മെഷർമെൻറ്റ്, അങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഒരു അസറ്റിൻ്റെ ഇനീഷ്യൽ മെഷർമെൻ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് നോക്കണം? എന്തൊക്കെ കോസ്റ്റ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, ആൻഡ് ആ ഇൻക്ലൂഡ് ചെയ്യുന്ന കോസ്റ്റിനെ ഏത് ബേസിലാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് സബ്സീക്വൻറ്റ് മെഷർമെൻറ്റ് വരും. അതായത് നമ്മൾ ഒരു പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള കോസ്റ്റ് മാത്രമായിരിക്കണം എന്നില്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേരിയസ് കോസ്റ്റ് ഇൻവോൾവ് ആവും. അത് പക്ഷേ അതിന് ശേഷം എപ്പോഴാണോ അത്തരം കോസ്റ്റുകൾ ഇൻകർ ചെയ്യുന്നത് അപ്പോഴാണ് മെഷർ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇനീഷ്യൽ മെഷർമെൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെ കോസ്റ്റ് നമുക്ക് നമ്മളുടെ അസറ്റിൻ്റെ വാല്യൂയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം? എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, പർച്ചേസ് പ്രൈസ്.
പർച്ചേസ് പ്രൈസ് മീൻസ് നമുക്കത് ഇപ്പോൾ ഒരു മെഷീനാണെന്ന് വിചാരിക്കുക. മെഷീന് നമുക്ക് വാങ്ങാൻ എത്ര രൂപ വന്നു, 5000 റുപ്പീസ് കൊടുത്തിട്ടാണ് നമ്മളൊരു മെഷീൻ വാങ്ങിയതെങ്കിൽ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ആ ഒരു 5000 റുപ്പീസാണ്. ഓക്കെ, ദെൻ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് റിബേറ്റ്, നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ട്രേഡ് ഡിസ്കൗണ്ട് മീൻസ് നമ്മളുടെ സപ്ലയർ നമുക്ക് അലൗ ചെയ്യുന്ന ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ട്രേഡ് ഡിസ്കൗണ്ട് വരുന്ന സമയത്ത് നമുക്കതെന്ത് ചെയ്യാം? പർച്ചേസ് പ്രൈസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. പർച്ചേസ് പ്രൈസിൻ്റെ സെർട്ടൻ എമൗണ്ട് ആയിരിക്കും ട്രേഡ് ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് എത്രയാണോ അത്രയും പെർസെൻറ്റേജ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഇറ്റ് ഈസ് അലൗവബിൾ. ആൻഡ് ഓൾസോ റിബേറ്റ് മീൻസ് നമ്മൾ ഹയർ എമൗണ്ടിനൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു സെർട്ടൻ പോർഷൻ നമുക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു സെർട്ടൻ എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ടിനാണ് പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ടാക്സ് പേയ്മെൻറ്റിൻ്റെ ഒക്കെ കേസിൽ ഒരു സെർട്ടൻ എമൗണ്ടിനേക്കാൾ കൂടുതൽ നമ്മൾ ടാക്സ് എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ ടാക്സ് അതോറിറ്റി നമുക്ക് സെർട്ടൻ റിബേറ്റ് അലൗഡ് ആയിട്ട് തരും. അതിൻ്റെ ഒരു പാർട്ട് നമുക്ക് റീഫണ്ട് ചെയ്ത് തരും, തിരിച്ചു തരും എമൗണ്ട്. അതുപോലെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്തും സെർട്ടൻ എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നതിൻ്റെ ഒരു പാർട്ട് നമുക്ക് തിരിച്ച് റീഫണ്ട് ചെയ്ത് തരും. ഇതാണ് റിബേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിബേറ്റോ അല്ലെങ്കിൽ ട്രേഡ് ഡിസ്കൗണ്ടോ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാം, പർച്ചേസ് പ്രൈസിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ക്യാഷ് ഡിസ്കൗണ്ട് ആണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ അത് നിങ്ങൾ റെഡ്യൂസ് ചെയ്യരുത്. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് നോട്ട് അലൗഡ് അണ്ടർ IFRS. ഓക്കെ, അപ്പോൾ പർച്ചേസ് പ്രൈസ് ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് റിബേറ്റ്. ദെൻ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് ടൈമിൽ വരുന്ന ടാക്സ് എമൗണ്ടാണ്. ദെൻ നോൺ റീഫണ്ടബിൾ പർച്ചേസ് ടാക്സസ്. സെർട്ടൻ പർച്ചേസ് ടാക്സസ് നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടതുണ്ട്. അത് നമുക്ക് ടാക്സായിട്ട് എന്ത് ചെയ്യാം? അലൗബിളാണ്, ടാക്സ് എമൗണ്ട് അലൗബിളാണ്. എന്നാൽ റീഫണ്ട് ചെയ്ത് തരും. നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന ടാക്സിൽ സെർട്ടൻ എമൗണ്ട് റീഫണ്ടബിൾ ആണെന്നുള്ള ഒരു ഇൻഫോർമേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. റീഫണ്ട് ചെയ്യാന്ന് മീൻസ് നമ്മളിപ്പോൾ എമൗണ്ട് പേ ചെയ്താലും ടാക്സ് അതോറിറ്റി നമുക്ക് അതിൻ്റെ ഒരു പോർഷൻ തിരിച്ചു തരും. അതിനാണ് റീഫണ്ടബിൾ പർച്ചേസ് ടാക്സസ് എന്ന് പറയുന്നത്. അങ്ങനെ റീഫണ്ടബിൾ പോർഷൻ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് കഴിഞ്ഞ് വരുന്ന എമൗണ്ട് നോൺ റീഫണ്ടബിൾ പാർട്ട് നമുക്ക് കോസ്റ്റിനോട് കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് ഡയറക്റ്റ്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ് എന്തൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ അതൊക്കെ നമ്മളുടെ PPEയുടെ കോസ്റ്റിനോട് ആഡ് ചെയ്യാം. എന്തൊക്കെ വരും? ഡയറക്റ്റ്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ്. നമുക്ക് ഡയറക്റ്റ്ലി ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്തൊക്കെ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടോ, നിങ്ങൾക്ക് ഓരോ ഐറ്റം വരുന്നതിനനുസരിച്ചാണ് അത് മനസ്സിലാവുക. നമ്മൾ ഈ പറയുന്ന ഐറ്റം മാത്രമാണെന്നില്ല, ക്വസ്റ്റ്യനിൽ അഡീഷണലായി പുതിയ ഐറ്റംസ് വരാം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്? നമ്മൾ നോക്കുക, ഇത് ഈ ഒരു അസറ്റ് അക്വയർ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വരെയുള്ള ഏതൊരു കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? അസറ്റിൻ്റെ വാല്യൂയിലേക്ക് ആഡ് ചെയ്യാം. എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് അട്രിബ്യൂട്ടബിൾ കോസ്റ്റ് ആയിട്ട് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്ന ഒന്ന് കോസ്റ്റ് ഓഫ് സൈറ്റ് പ്രിപ്പറേഷനാണ്. സൈറ്റ് പ്രിപ്പറേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലാൻഡ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം വേണം അവിടെ പുതിയ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, അവിടെ കുറച്ച് പ്രിപ്പറേഷന് വേണ്ട വേണ്ടിവരും, കോസ്റ്റ് ഇൻവോൾവ് ആകും. ലാൻഡ് ലെവൽ ചെയ്തതിന് ശേഷമായിരിക്കണം ചിലപ്പം ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരിക. അങ്ങനത്തെ കേസിലൊക്കെ സൈറ്റ് പ്രിപ്പറേഷന് നമുക്ക് സെർട്ടൻ കോസ്റ്റ് വരും. ഇത് നമ്മളുടെ പ്രൊഡക്ഷന് മുന്നേ ഉള്ള അല്ലെങ്കിൽ കൺസ്ട്രക്ഷന് മുന്നേ വരുന്ന കോസ്റ്റാണ്. ഇത് നമ്മൾ ഡയറക്റ്റ്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അസറ്റിൻ്റെ വാല്യൂവിനോട് കൂടെ ആഡ് ചെയ്യണം. ദെൻ ഇനീഷ്യൽ ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് കോസ്റ്റ്. നമുക്ക് ആ ഒരു സൈറ്റ് പ്രിപ്പറേഷൻ്റെ സമയത്ത് മെറ്റീരിയൽസൊക്കെ മൂവ്മെൻറ്റ് നടത്തുന്നത് റിലേറ്റഡ് ആയിട്ട് ഹാൻഡ്ലിംഗ് കോസ്റ്റേഴ്സ് വരാം. ദെൻ ഇൻസ്റ്റലേഷൻ ആൻഡ് അസംബ്ലി കോസ്റ്റ്.
നമുക്കൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു മെഷീനറി പാർട്സ് ആയിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഓർഗനൈസേഷനിൽ ഇപ്പോൾ മറ്റ് കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓർഗനൈസേഷനിൽ എത്തിയിട്ട് വേണം അതിനെ അസംബിൾ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ആൻഡ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ അസംബ്ലിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കോസ്റ്റ്, ദെൻ പ്രൊഫഷണൽ ഫീസ്, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്ന നമ്മളുടെ ഇപ്പോൾ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് എൻജിനീയേഴ്സ് ആവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ ആർക്കിടെക്ട്സ് വരും. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന പ്രൊഫഷണൽ ഫീസ് ഓക്കെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ദെൻ എംപ്ലോയി ബെനിഫിറ്റ് ഓഫ് ദോസ് ഇൻവോൾവ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓർ അക്വിസിഷൻ ഓഫ് എൻ അസറ്റ്. പിന്നെന്താണ്, ആ ഒരു അസറ്റ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബിൽഡിങ് കൺസ്ട്രക്ഷൻ സമയത്ത് നമ്മൾ എംപ്ലോയി ബെനിഫിറ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഏതൊരു എക്സ്പെൻസസും ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ ബോറോയിങ് കോസ്റ്റ്. ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓർഗനൈസേഷൻ്റെ വേരിയസ് പർപ്പസിന്, ഇപ്പോൾ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ലോൺ എടുത്തു, ഓക്കെ. അപ്പോൾ ലോൺ എടുക്കുന്ന സമയത്ത് നമുക്കതിന് സർട്ടൻ ഇൻട്രസ്റ്റ് വരും, ഇൻട്രസ്റ്റ് പോലത്തെ എക്സ്പെൻസസ് വരും. അപ്പോൾ അതൊക്കെ എന്താണ്, ബോറോയിങ് കോസ്റ്റാണ്. നമ്മളുടെ ഫണ്ട് ബോറോ ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ട് വരുന്ന കോസ്റ്റാണ്. അതും നമ്മളുടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ കോസ്റ്റിന് ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. ഓക്കെ, കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ട് കൺസ്ട്രക്ഷൻ വരെയുള്ള ഏതൊരു എക്സ്പെൻസും നമുക്ക് ആഡ് ചെയ്യാം. എന്നാൽ സർട്ടൻ ഐറ്റം നമുക്ക് ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യാണ്ടാത്ത ചില ഐറ്റം ഉണ്ട്. അതേതൊക്കെയാണ്? കോസ്റ്റ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കോസ്റ്റ് ഓഫ് PPE. ഫസ്റ്റ് വൺ, ട്രെയിനിങ് കോസ്റ്റ്. ഓക്കെ, നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു മെഷീനറി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു, ആൻഡ് ആ മെഷീനറിയിൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് റിലേറ്റഡ് ആയിട്ട് എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ ഇൻസ്റ്റാളേഷനോ റിലേറ്റഡ് ആയിട്ട് വരുന്ന കോസ്റ്റ് അല്ല, ആഫ്റ്റർ വരുന്ന കോസ്റ്റേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇതിൻ്റെ കോസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ദെൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതർ ജനറൽ ഓവർ ഹെഡ്. അതിൻ്റെ അഡ്മിനിസ്ട്രേഷനായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു സൈറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് നമ്മളുടെ ഓർഗനൈസേഷനിൽ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ആ പ്ലാന്റ് എങ്ങനെയൊക്കെയാണ് റൺ ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് റിലേറ്റഡ് ആയിട്ട് വരുന്ന അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഉണ്ടാകും. അതും നമ്മളുടെ ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഓർ അക്വിസിഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന കോസ്റ്റ് അല്ല, പോസ്റ്റ് അക്വിസിഷനാണ്. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യേണ്ട, കോസ്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ട. ദെൻ ഇനീഷ്യൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ലോസ്. ചില കേസിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് ലോസസ് വരാറുണ്ട്. അപ്പോൾ ആ ലോസ് ഇനീഷ്യൽ ഓപ്പറേറ്റിംഗ് ലോസ് ആണെങ്കിൽ അതും നമ്മളുടെ കോസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഐറ്റമല്ല. ദെൻ കോസ്റ്റ് ഓഫ് റീഓർഗനൈസിങ് പാർട്ട് ഓർ ഓൾ ഓഫ് ദ എൻറ്റിറ്റി ഓപ്പറേഷൻ. ഇപ്പോൾ ഒരു പുതിയ മെഷീനറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അതുമായിട്ട് അതിന് മുന്നേ അതിന് പകരം നമ്മൾ എന്താണോ യൂസ് ചെയ്തിരുന്ന മെഷീനറി അത് നമ്മൾ എന്ത് ചെയ്യണം, റീഓർഗനൈസ് ചെയ്യണം. ചിലപ്പോൾ എംപ്ലോയീസിന് ഈ ഒരു പുതിയ സിസ്റ്റമായിട്ട് ഓക്യുപ്പൈ ചെയ്ത് പോകേണ്ടി വരും. ചിലപ്പോൾ ആ ഒരു പാർട്ട്, ഓർഗനൈസേഷണൽ പാർട്ട് തന്നെ നമ്മൾ റീഓർഗനൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമ്മളുടെ കോസ്റ്റ്, നമ്മുടെ PPEയുടെ കോസ്റ്റ് അല്ല, അത് നമ്മളുടെ ഓർഗനൈസേഷനിൽ എക്സ്ട്രാ വരുന്ന കോസ്റ്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ കോസ്റ്റിലേക്ക് അതിനെ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. Then cost of introducing a new product or service including advertising and promotional cost. Then after ഒരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിലും ഏതൊരു പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അഡ്വർടൈസിങ് കൊടുക്കേണ്ടി വരും, ഓർ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ആഫ്റ്റർ ഇംപ്ലിമെൻറ്റേഷന് ശേഷം വരുന്ന കോസ്റ്റുകളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ ഈ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം വരുന്ന ഒരു കോസ്റ്റും ലൈക്ക് അഡ്മിനിസ്ട്രേഷൻ, അഡ്വർടൈസ്മെൻറ്റ്, ട്രെയിനിങ് കോസ്റ്റ്, ഇതൊക്കെ തന്നെ നമ്മൾ അസറ്റിൻ്റെ അല്ലെങ്കിൽ PPEയുടെ കോസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഇനീഷ്യൽ കോസ്റ്റ്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വരുന്ന കോസ്റ്റുകളുണ്ട്. ഇപ്പോൾ പറഞ്ഞതൊക്കെ സബ്സീക്വൻ്റ് എക്സ്പെൻഡിച്ചേഴ്സ് ആയിട്ട് വരുന്ന കോസ്റ്റസ് ഉണ്ട്. ഇപ്പോൾ അത്തരം കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മെയിൻ്റനൻസ് കോസ്റ്റ് വരാം, അല്ലെങ്കിൽ റിപ്പയർമെൻറ്റ്. ഇതൊക്കെ എന്താണ്, നമ്മളൊരു മെഷീനറി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എപ്പോഴും
ആ ഒരു എന്തുണ്ടാവണമെന്നില്ല, പെർഫോമൻസ് ഉണ്ടാവണമെന്നില്ല, പെർഫോമൻസ് ഡീഗ്രേഡ് ചെയ്ത് പോവാം. അപ്പോൾ നമ്മളതിന് റിപ്പയർമെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇനി അതല്ല, മെയിൻ്റനൻസ് ചാർജസ് വരും. മെഷീനറി റിലേറ്റഡ് ആയിട്ടൊക്കെ മെയിൻ്റനൻസ് ചാർജസ് വരും. ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെയിൻറ്റിങ്, സബ്സീക്വൻറ്റ് ഇയേഴ്സിൽ വരുന്ന പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് എക്സ്ട്രാ വരുന്ന മെയിൻ്റനൻസ് ചാർജാണ്. മെഷീനറി ആണെന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ഷൻസ് വരും. അപ്പോൾ ഇതൊക്കെ എന്താണ്, സർവീസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കോസ്റ്റസ് ഒക്കെ തന്നെയും സബ്സീക്വൻറ്റ് എക്സ്പെൻഡിച്ചറാണ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോഴോ വരുന്ന കോസ്റ്റല്ല, എന്നാൽ അത് റിലേറ്റഡ് ആയിട്ട് പിന്നീടുള്ള ഇയേഴ്സിൽ വരുന്നതാണ് സബ്സീക്വൻറ്റ് എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കോസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ സെർട്ടൻ പാർട്ട് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും, നമ്മുടെ അസറ്റിൻ്റെ ക്യാരിയിങ് എമൗണ്ടിനോട് കൂടെ ആഡ് ചെയ്യും. എന്നാൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സ്മോൾ എമൗണ്ട് ഓഫ് കോസ്റ്റ് ഓഫ് സർവീസിങ് ഒക്കെ ആണ് വരുന്നതെങ്കിൽ നമ്മളതിനെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് എന്ത് ചെയ്യും, റൈറ്റ് ഓഫ് ചെയ്യും. ഓക്കെ, എക്സ്പെൻസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സ്മോൾ എമൗണ്ട് ഓഫ് എക്സ്പെൻസസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ. ദെൻ ഇൻ കേസ് ഓഫ് സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ്, എന്താണ് സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ്? ഇപ്പോൾ മെഷർമെൻറ്റിൻ്റെ കേസ് ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ദെൻ ഒരു ചെറിയൊരു പോർഷൻ കൂടെ ഉള്ളത് സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റാണ്. സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണെന്ന് വിചാരിക്കുക, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അപ്പോൾ അവരുടെ മെയിൻ ബിൽഡിംഗ് അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നു, അത് സെയിൽ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനീസിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത്. ഇങ്ങനൊരു കമ്പനി അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനി അവർക്ക് തന്നെ വേണ്ടിയിട്ടൊരു ഹെഡ് ഓഫീസ് ബിൽഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ അവരുടെ ബിസിനസ് കൺസ്ട്രക്ട് ചെയ്ത് സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് അവരിപ്പോൾ ബിൽഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് അവരുടെ ഓൺ പേർപ്പസിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ഹെഡ് ഓഫീസ് തന്നെയാണ്. അതെന്താണ്, അവിടെ സെയിൽ പർപ്പസിനല്ല, ഇത് അവരുടെ പേഴ്സണൽ പേർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇതെന്താ, സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റാണ്. നമ്മളുടെ നോർമൽ ബിസിനസ് ട്രാൻസാക്ഷൻ നേച്ചറുള്ള ഒരു അസറ്റ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളുടെ നോർമൽ ലൈൻ ഓഫ് ബിസിനസ്സിലുള്ള ഒരു അസറ്റ് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസിൽ അതിന് പറയുന്ന ആ ഒരു അസറ്റിനെ പറയുന്നതാണ് നമ്മൾ സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, the entity normal course of business is to make these asset and the sell them externally, then the cost of the asset will be cost of its production. ഇങ്ങനത്തെ കേസിൽ നമ്മൾ ഈ അസറ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ കോസ്റ്റ് എങ്ങനെ നമ്മൾ മെഷർ ചെയ്യും? അതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? നമ്മൾ നോർമലി ഈ ഒരു അസറ്റ് എക്സ്റ്റേണലി സെയിൽ ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ, അതായത് ബിൽഡിംഗ് കമ്പനീസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് മറ്റ് പാർട്ടീസിന് വിൽക്കുന്ന എമൗണ്ട് എത്രയാണോ, സെയിം എമൗണ്ട് തന്നെയാണ് നമ്മൾ നമ്മളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനായിട്ടും ട്രീറ്റ് ചെയ്യേണ്ടത്. ഈവൻ തോ നമ്മളത് നമ്മളുടെ പർപ്പസിന് ഉണ്ടാക്കിയതാണെങ്കിലും നമ്മൾ സെയിൽ ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അല്ലെങ്കിൽ പ്രൈസ് എത്രയാണോ സെയിം എമൗണ്ട് തന്നെ നമ്മൾ ഈ ഒരു അസറ്റിൻ്റെ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനായിട്ട് ട്രീറ്റ് ചെയ്യണം. ഇൻ കേസ് ഓഫ് സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ് അക്കൗണ്ടിങ് വിൽ ബി ലൈക്ക് ദിസ്. അതുകൂടാതെ അതിന് വരുന്ന വേരിയസ് അബ്നോർമലായിട്ട് വരുന്ന വേസ്റ്റേജസ് ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് കോസ്റ്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാം. ഓക്കെ, അതല്ലാതെ നോർമൽ കേസിൽ നമ്മൾ എത്ര റുപ്പീസിനാണോ അത് ഔട്ട്സൈഡ് പേഴ്സൺസിന് സെയിൽ ചെയ്യുന്നത് സെയിം എമൗണ്ടിൽ തന്നെ നമുക്ക് ആ ഒരു അസറ്റ് നമ്മളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനായിട്ട് ട്രീറ്റ് ചെയ്യണം. ആ ഒരു അസറ്റിൻ്റെ PPEൻ്റെ കോസ്റ്റായിട്ട് സെയിം എമൗണ്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇതാണ് സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ് ആൻഡ് അതിൻ്റെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ കോസ്റ്റ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്കതിൻ്റെ മെഷർമെൻറ്റിൽ നോക്കാനുള്ളത്. ഒരു എക്സാമ്പിളൂടെ നോക്കുക. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ വേരിയസ് ഐറ്റം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കിയാൽ മതി. സ്റ്റാർ ലിമിറ്റഡ് ഇൻകേർഡ് ദ ഫോളോയിങ് കോസ്റ്റ് ഇൻ കണക്ഷൻ വിത്ത് ദ പർച്ചേസ് ഓഫ് എ പ്ലാന്റ്. അപ്പോൾ പ്ലാന്റ് ആണ് ഇവിടെ പർച്ചേസ് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് പ്ലാന്റ് 5 lakh വിച്ച് മീൻസ് അതിൻ്റെ പർച്ചേസ് പ്രൈസ് ആണ്.
റിബേറ്റ് അലൗഡ് ബൈ ദ വെൻഡർ 2%. 5 ലാഖിന് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 2% വെൻഡർ നമുക്ക് തിരിച്ച് റീഫണ്ടായിട്ട് തരുന്നുണ്ട്, ഓർ റിബേറ്റ് ആയിട്ട് തരുന്നുണ്ട്. അത് അലൗബിൾ ആണ്, നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്റ്റ് ചെയ്യാം, പർച്ചേസ് പ്രൈസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. ദെൻ എക്സൈസ് ഡ്യൂട്ടി ഓൺ പർച്ചേസ്. എക്സൈസ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി ഓർ നോൺ റീഫണ്ടബിൾ പർച്ചേസ് ടാക്സ് ഒക്കെ തന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സൈസ് ഡ്യൂട്ടി ഓൺ പർച്ചേസ് ആണ്. എക്സ്ട്രാ എന്ത് പറഞ്ഞിട്ടുണ്ട്, ദ കമ്പനി ക്യാൻ ക്ലെയിം GST ക്രെഡിറ്റ് ഓഫ് 20,000 ഓൺ എക്സൈസ് ഡ്യൂട്ടി പെയ്ഡ്. നമ്മൾ എക്സൈസ് ഡ്യൂട്ടി 50,000 ആണ് ഇവിടെ പേയ്മെൻറ്റ് നടത്തുന്നത്. 50,000 പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ 20,000 നമുക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നുണ്ട്, GST ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും പോർഷൻ കുറഞ്ഞ് ബാക്കി 30,000 മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, ഇതിൻ്റെ ടാക്സ് പേയ്മെൻ്റ് ആയിട്ട് കാണേണ്ടതുള്ളൂ. റീഫണ്ടബിൾ പാർട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പേയ്മെൻറ്റ് നടത്തിയതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. നോൺ റീഫണ്ടബിൾ പാർട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്, കോസ്റ്റിനോട് കൂടെ ആഡ് ചെയ്യേണ്ടത്. നമ്മൾ ഫോർമാറ്റിൽ പറഞ്ഞു നോൺ റീഫണ്ടബിൾ പാർട്ടാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ 20,000 നമുക്ക് റീഫണ്ടബിൾ ആണ്. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മൾ 50,000 റെഡ്യൂസ് ചെയ്യണം, ബാക്കി 30,000 നമ്മൾ കോസ്റ്റിനോട് കൂടെ ആഡ് ചെയ്യണം. ദെൻ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മീൻസ് ഫാക്ടറി പ്രിമൈസസിലേക്ക് വന്നിട്ടുള്ള കോസ്റ്റസ് ആണ്. ഇതെന്തല്ല, പ്ലാന്റ് പർച്ചേസ് ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കോസ്റ്റ് അല്ല. ഓക്കെ, പർച്ചേസ് ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ടല്ല, അതിന് ശേഷം വന്നിട്ടുള്ളതാണ്. പ്രിമൈസിൽ ഡെലിവറി ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കോസ്റ്റാണ്. ദെൻ ടെക്നിക്കൽ സ്റ്റാഫ് പ്രൊവൈഡഡ് ബൈ ദ വെൻഡർ ഫോർ കമൻസിങ് ദ ഓപ്പറേഷൻ ഓഫ് ദ പ്ലാന്റ്. ടെക്നിക്കൽ സ്റ്റാഫ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കോസ്റ്റ് എത്രയാണ്, 40,000 ആണ്. ഇതെന്തിനാണ്, ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന കോസ്റ്റാണ്. അത് ട്രെയിനിങ് കോസ്റ്റ്, ഓക്കെ, ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ കോസ്റ്റ് ഓഫ് പ്രിപ്പയറിങ് ദ സൈറ്റ് ഫോർ പ്ലാന്റ് ഇൻസ്റ്റാളേഷൻ. അതെന്താണ്, സൈറ്റ് പ്രിപ്പറേഷൻ കോസ്റ്റ്, നമ്മൾ ആ ഒരു ഏരിയ പ്രിപ്പയർ ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കോസ്റ്റാണ് 10,000 എന്ന് പറയുന്നത്. സൈറ്റ് പ്രിപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റാണ്. ദെൻ കോസ്റ്റ് ഓഫ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, അത് എന്താണ്, അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഡ്യൂറിങ് ദ ഇൻസ്റ്റാളേഷൻ പ്രോസസ് ദ പ്ലാൻ വാസ് സബ്ജക്റ്റഡ് ടു കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓൺ ടെസ്റ്റ് ബേസിസ് ആൻഡ് സാമ്പിൾ ക്വാണ്ടിറ്റി ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് വാസ് മാനുഫാക്ചർഡ് ഡ്യൂറിങ് ദ പീരീഡ്. കോസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി അട്രിബ്യൂട്ടബിൾ ആണ്. നമ്മൾ ആക്ച്വലി ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ അതിന് ടെസ്റ്റ് റൺ ഉണ്ടായിരിക്കും. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ റൺ ചെയ്യുന്നതിന് മുന്നേ ഒരു ടെസ്റ്റ് റണ്ണ്, അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന കോസ്റ്റാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ആ ഒരു പ്ലാന്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത സമയത്ത്, ടെസ്റ്റ് റണ്ണിൻ്റെ സമയത്ത് നമ്മൾ എത്രയാണ് സാമ്പിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ട് കോസ്റ്റ് വന്നിരിക്കുന്നത്. ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് സച്ച് സാമ്പിൾ വാസ് 75,000. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വലി പ്ലാന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ടെസ്റ്റ് റണ്ണ് ചെയ്തു. ടെസ്റ്റ് റണ്ണ് ചെയ്ത സമയത്ത് നമുക്ക് അതിന് കോസ്റ്റ് 75,000 വന്നു. ആൻഡ് ദിസ് സാമ്പിൾസ് വർ സോൾഡ് ഫോർ 20,000. അങ്ങനെ 75,000 റുപ്പീസ് കോസ്റ്റ് വന്ന് നമ്മൾ സാമ്പിൾസ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിലും അതിൽ നിന്ന് 20,000 വർത്ത് സാമ്പിൾസ് നമ്മൾ മാർക്കറ്റിൽ സെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ കോസ്റ്റ് പോർഷനിലേക്ക് എടുക്കേണ്ടത് 75,000 മൈനസ് 20,000 55,000 മാത്രമാണ് നമ്മൾ ഇതിൻ്റെ കോസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് റൺ, കോസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ടെസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ട് എത്ര കോസ്റ്റ് വന്നു, അതിൽ എന്തെങ്കിലും ഇൻകം നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്ത് കോസ്റ്റ് പോർഷൻ മാത്രമാണ് നമ്മൾ ഈ ഒരു അസറ്റിൻ്റെ വാല്യൂയിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് കോസ്റ്റ് ഏതൊക്കെ വരും, പർച്ചേസ് ടാക്സ് 5 lakh, അതിൽ നിന്ന് റിബേറ്റ് 2% ആണ് വെൻഡർ നമുക്ക് അലോ ചെയ്തിട്ടുള്ള റിബേറ്റ്, അത് റെഡ്യൂസ് ചെയ്യുക 4,90,000. അതിൽ നിന്ന് എക്സൈസ് ഡ്യൂട്ടി
എക്സൈസ് ഡ്യൂട്ടി മീൻസ് എന്താണ്, നമ്മൾ പറഞ്ഞു ടോട്ടൽ 50,000 നമ്മൾ പേയ്മെൻറ്റ് നടത്തി, എന്നാൽ അതിൽ നിന്ന് 20,000 നമുക്ക് റീഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം ബാക്കി 30,000 നമ്മൾ ആഡ് ചെയ്താൽ മതി. ദെൻ ഡയറക്റ്റ്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മീൻസ് അത് ഫാക്ടറി പ്രിമൈസിൽ എത്തിക്കുന്നത് വരെയുള്ള കോസ്റ്റാണ്. പിന്നെ കോസ്റ്റ് ഓഫ് സൈറ്റ് പ്രിപ്പറേഷൻ കോസ്റ്റ് ഉണ്ട്, ആൻഡ് കോസ്റ്റ് ഓഫ് ടെസ്റ്റിങ്ങിൻ്റെ കോസ്റ്റ്. ദെൻ അതിൽ ടെസ്റ്റ് റണ്ണിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്തുണ്ട്, ടെസ്റ്റ് റണ്ണിൻ്റെ കേസിൽ 75,000 നിന്ന് 20,000 റെഡ്യൂസ് ചെയ്ത് ബാക്കി എമൗണ്ട് നമ്മൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് എത്രയാണോ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റിനോട് കൂടെ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോന്നും വരുന്നതിനനുസരിച്ച് എന്തുണ്ടാകും, എക്സാമ്പിൾസിന് ഡിഫറൻസസ് വരും. അപ്പോൾ അത് ലോജിക്കലി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ.